മക്കളുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ സ്വന്തം പിതാവിനോട് കാണിക്കേണ്ട മര്യാദ മക്കൾ കാണിക്കണം. വന്നിരിക്കുന്നത് സ്വന്തം അച്ഛനാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അച്ഛനെ ഗവനിക്കാത്ത മക്കളുടെ കാശ് എനിക്ക് വേണ്ട. സത്യാമ്മേ, എനിക്ക് പറയേണ്ടത് പലിശയ്ക്കായിട്ട് ഞാനിപ്പോൾ ചോദിച്ച പണം സത്യാമ്മയ്ക്ക് തരാൻ പറ്റുമോ ഇല്ലയോ എന്നാ. ഇല്ലെങ്കിൽ ഇപ്പം പറയണം. എനിക്ക് മറ്റു വഴികൾ നോക്കണം. ഒന്നും അറിയാതെ ജനിച്ചൊരു കുഞ്ഞിൻ്റെ തുടർ ചികിത്സയ്ക്ക് ഈ പണം കിട്ടിയേ പറ്റൂ. ഇവിടുന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് 2 ലക്ഷം പണം ഒപ്പിക്കും. അത് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയതും. അതുകൊണ്ടാണ് ഇവിടേക്ക് തന്നെ ആദ്യം വന്ന് കയറിയതും. ഇവിടെ വന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട്. അയ്യോ, പണം ഞാൻ തരാം. എത്ര രൂപയാ വേണ്ടത്? ഇപ്പോഴത്തെ അത്യാവശ്യത്തിന് ഒരു 80,000 രൂപ. ശരി. രാഘവനാരെ, പണം ഇന്ന് വരും നാളെ പോകും. പക്ഷേ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് പരസ്പരമുള്ള ഇടപെടലുകൊണ്ടാണ്. ആ ഇടപെടലിന് കോട്ടം തട്ടുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങൾക്ക് ഉരച്ചിലുണ്ടാകുന്നത്. അച്ഛൻ, അമ്മ, മക്കൾ ഇവർക്കിടയിൽ വിള്ളലുണ്ടാവുന്നത്. അങ്ങനെയൊരു വിള്ളൽ ആഴത്തിൽ എൻ്റെ മനസ്സിലും ഉണ്ടായിപ്പോയി. അതെനിക്ക് എൻ്റെ മകളിൽ നിന്നും ഏറ്റ അപമാനം കൊണ്ടാണ്. അതിനി അങ്ങനെ പെട്ടെന്ന് ഉണങ്ങാനൊന്നും പോകുന്നില്ല. പറഞ്ഞ തുക മുഴുവനുണ്ട്. വലിയൊരു സഹായമാണ് സത്യാമ്മ ചെയ്തു തന്നിരിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞാനിത് മറക്കില്ല. എത്രയും പെട്ടെന്ന് തിരിച്ചു തരികയും ചെയ്യും. എന്നാ വരട്ടെ. ശരി. ഇവിടേക്ക് കയറി വരുമ്പം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഒരു പിടിവള്ളി കിട്ടാത്തതിൻ്റെ പരക്കം പാച്ചിലൂടെ ആയിരുന്നു. ഇപ്പം മനസ്സൊന്ന് തണുത്തു. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്ക് ഓടുന്നവന് കൂടെ ഓടാൻ ദൈവമുണ്ടെന്നുള്ള വിചാരത്തിൽ തന്നെ ഓടുക. തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കിയിട്ടൊരു കാര്യമില്ല. പോട്ടെ രാഘവന്നാരെ. ശരി.